നമസ്കാരം. സോംജീസ് മിററിൽ ഞാൻ സോംജി. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് കമൻറ്റുകൾ ഇടുകയൊക്കെ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വീണ്ടും സഹകരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കണ്ണാടിയിൽ നിങ്ങളെ കാണാൻ എന്നെ സഹായിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ എനിക്കായി എന്നിരിക്കും. സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെ ഒരുപാട് കാശ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട്, ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രത്യേകിച്ചും. ഞാൻ പറയുന്നതല്ല ഇതൊന്നും. സെബി പറയുന്ന കണക്കനുസരിച്ച് തന്നെ 98% ട്രേഡേഴ്സും ലോസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. സെബിയുടെ ആധികാരികമായ കണക്ക് അവരുടെ സൈറ്റിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻ്റ് ഇടുന്നതും എല്ലാം സന്തോഷത്തോടെ ഞാൻ കാണുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മറ്റൊന്ന്, വീഡിയോ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പലരും മുഴുവൻ കാണാതെ അല്പം ആദ്യം കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതാണ് ഉചിതം ആയിരിക്കുക. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ ഉത്സവാഘോഷം അങ്ങനെ അവസാനിക്കുകയാണ്. അതിൻ്റെ പരമകാഷ്ഠയിൽ നടക്കുന്ന ആഘോഷം ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാവരും പുറത്തുവിട്ട് കഴിഞ്ഞു. അപ്രതീക്ഷിതമായി ഒന്നുമില്ല. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ് മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഒരു 350-നും 400-നും ഇടയ്ക്ക് സീറ്റ് അവർക്ക് നേടാനാകുമെന്നുമാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചത്. ഇലക്ഷൻ തുടങ്ങുമ്പോൾ ഞാനും പ്രതീക്ഷിച്ച അങ്ങനെ തന്നെയാണ്. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഇടപെട്ടവർക്ക് കാശുണ്ടാക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് പ്രത്യേകം പറയാൻ കാരണം, കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ മാർക്കറ്റിലുണ്ടായ ചലനം ശ്രദ്ധിച്ചാൽ അദാനി ഓഹരികളെല്ലാം നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായി. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അത് വാങ്ങിക്കൂട്ടിയവരാണ് അതിന് കാരണക്കാരെന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അദാനി സ്റ്റോക്കുകൾ ഉയർന്നു വരും, മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന്. ആ പ്രതീക്ഷയിലാണ് ആ വാങ്ങലുകൾ നടന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളുടെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടായിരിക്കും പ്രതികരിക്കുക. ഇപ്പോൾ നിക്ഷേപം നടത്തിയിട്ടില്ലാത്തവർ ഈ എക്സിറ്റ് പോളിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന റിസൾട്ടിൻ്റെ ബലത്തിലോ ഇനി കയറി നിക്ഷേപിച്ച് അതിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. നിക്ഷേപം നടത്തിയിട്ടില്ലാത്തവർ അല്പം കൂടി വെയിറ്റ് ചെയ്ത് നിക്ഷേപം നടത്തുക. 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എങ്കിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി നമുക്ക് നിക്ഷേപിക്കാൻ അവസരമുണ്ടാവും. അപ്പോൾ നിക്ഷേപം നടത്തുക. കാശ് ഇരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും ബുദ്ധി എന്നാണ് ഞാൻ പറയുകയുള്ളൂ, ഇതുവരെ നിക്ഷേപിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് ലാഭമെടുക്കാനുള്ള നല്ലൊരു അവസരങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ മാറ്റുക. നിങ്ങൾക്ക് ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം കാത്തിരുന്ന് നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടായാൽ ലാഭം എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് ഉയർന്നു പോകുന്നതിനിടയിൽ വീണ്ടും താഴ്ചകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടാൻ.
പിന്നെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ ചലനങ്ങളും വരുന്ന ഓരോ ചലനങ്ങളും അതിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളുടെ GDP 2024 ആണ്ടിലേത് 7.8 വന്നിരിക്കുകയാണ്. വീണ്ടും കണക്കൂട്ടി കൃത്യമാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ 7.8% ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വാർത്തകളാണ്. മാർക്കറ്റിലേക്ക് ഇനി അധികം കുറേ ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷവും നല്ല വാർത്തകൾ ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലരും റേറ്റിംഗ് ഏജൻസികളും ഇന്ത്യയെ പോസിറ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. റേറ്റിംഗിൽ സ്റ്റേബിൾ ആയിരുന്നത് പോസിറ്റീവായി മാറ്റിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇനി വരാനുണ്ടാവും. അതിനൊക്കെ അനുസരിച്ച് മാർക്കറ്റ് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത്. ട്രേഡിങ്ങിനെ സംബന്ധിച്ചല്ല. ട്രേഡിങ്ങും നിക്ഷേപവും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടാൻ. പിന്നെ വെറും സാധാരണക്കാരായ ആളുകൾക്ക്, പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർക്കും വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അവർക്ക് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കാളികളാകണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവരവരുടെ സാമ്പത്തിക നില ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് പുതിയതായി വരുന്നവർക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുടങ്ങുന്നെങ്കിൽ സൗജന്യമായി അത് ചെയ്തു കൊടുക്കുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ നമ്പർ അയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഡിമാറ്റ് അക്കൗണ്ടിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരുന്നതുമാണ്. IIFL സെക്യൂരിറ്റീസിലാണ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു തരിക. നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപവുമായി തുടർന്ന് പോകാം. അതിന് പ്രത്യേക ചാർജൊന്നും ഈടാക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന പുതിയതായി ഇതിലേക്ക് വരുന്ന ആളുകൾ, തീർച്ചയായും ഇതിലേക്ക് ആളുകൾ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിക്ഷേപത്തിനുള്ള ഒരു അവസരമാണ്, ഒരു വഴിയാണിത്. ആ വഴി തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ നേരിട്ട് പങ്കെടുക്കാനാവുകയില്ല. നിങ്ങളുടെ സാമ്പത്തികം ഉയർന്നോളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്ത്യ 2047 ഒരു വികസിത രാജ്യമായി മാറ്റാനായിട്ട് മോദി പരിശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സാമ്പത്തികമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ സാമ്പത്തികമായി അതുപോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്കിതിൽ ലാഭം ഉണ്ടാക്കാനാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ, നിങ്ങളെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാവുക. അതിന് നിങ്ങൾ സ്റ്റോക്കിൽ ഇടപെടുക, സ്റ്റോക്കിൽ നിക്ഷേപിക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങളുടെ സ്റ്റോക്കിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് ചെറിയ സഹായം ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുക. ഇതിനൊക്കെ വേണ്ടി സഹായിക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിക്ഷേപ രീതികൾ കണ്ടറിയണം. എന്നാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് നിക്ഷേപത്തിൽ നിന്ന് ലാഭം എടുക്കാനാവുകയുള്ളൂ. ട്രേഡ് ചെയ്യാനായിട്ട് ഉള്ളത് രീതി വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറാവുക. നിക്ഷേപത്തിന് ഇനി മോദിയുടെ കാലത്ത് തീർച്ചയായും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. നമ്മളുടെയൊക്കെ വരുമാനങ്ങൾ ഡബിളും ട്രിപ്പിളും ഒക്കെ ആകുന്നതിന് ഒരുപാട് കാലതാമസമൊന്നുമില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.